ഏഷ്യൻ ഗെയിംസ് T20-യിൽ ഇന്ത്യയുടെ 4-ാം നമ്പറിൽ ആര് കളിക്കണം? മലയാളി താരം സഞ്ജു സാംസണോ അതോ യുവതാരം തിലക് വർമ്മയോ? ഏഷ്യൻ ഗെയിംസ് T20 മത്സരങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ പൂർത്തിയാക്കുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളുടെയും സെലക്ടർമാരുടെയും മനസ്സിൽ ഒരേയൊരു ചോദ്യം മാത്രമാണ് ഉയർന്നു നിൽക്കുന്നത്. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ അതിനിർണായകമായ 4-ാം നമ്പറിൽ ആരിറങ്ങും എന്നതാണത്. മലയാളി താരം സഞ്ജു സാംസണോ അതോ യുവ ഇടങ്കയ്യൻ താരം തിലക് വർമ്മയോ എന്ന സംശയം ടീം മാനേജ്മെന്റിനെ വലിയൊരു ആശയക്കുഴപ്പത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. ജപ്പാനിലെ പിച്ചുകളുടെ പ്രത്യേകതയും എതിരാളികളുടെ ബൌളിംഗ് കരുത്തും കണക്കിലെടുക്കുമ്പോൾ ഈ 4-ാം നമ്പർ സ്ഥാനം വെറുമൊരു ബാറ്റിംഗ് ഓർഡർ മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ വിജയസാധ്യതകളെ തന്നെ നേരിട്ട് സ്വാധീനിക്കുന്ന പ്രധാന തന്ത്രമായി മാറുന്നു. ഈ രണ്ട് കളിക്കാരുടെയും ബാറ്റിംഗ് രീതികളും വിവരങ്ങളും പരിശോധിക്കുമ്പോൾ ഓരോരുത്തർക്കും വ്യക്തമായ മേൽക്കൈ നൽകുന്ന ചില ഘടകങ്ങളുണ്ടെന്ന് വ്യക്തമാകും. മധ്യ ഓവറുകളിൽ, അതായത് 7 മുതൽ 14 വരെയുള്ള ഓവറുകളിൽ സ്പിൻ ബൌളർമാരെ നേരിടുമ്പോൾ സഞ്ജു സാംസന്റെ സ്ട്രൈക്ക് റേറ്റ് 182 ആണ്. എന്നാൽ തിലക് വർമ്മയുടേത് 138 മാത്രമാണ്. ഇവിടെ ആദ്യ കാഴ്ചയിൽ സഞ്ജുവാണ് കൂടുതൽ ആക്രമണകാരിയെന്ന് തോന്നാമെങ്കിലും ചിത്രത്തിന്റെ മറുപുറം തരുന്ന സൂചനകൾ വേറെയാണ്. ഡോട്ട് ബോളുകളുടെ ശതമാനം എടുത്തുനോക്കിയാൽ തിലക് വർമ്മ 28% പന്തുകൾ മാത്രമാണ് റണ്ണെടുക്കാതെ വിടുന്നത്. എന്നാൽ സഞ്ജുവിന്റെ കാര്യത്തിൽ അത് 35% മുകളിലാണ്. മന്ദഗതിയിലുള്ള പിച്ചുകളിൽ വലിയ സിക്സറുകൾ അടിക്കുന്നതിനേക്കാൾ പ്രധാനം ഓരോ പന്തിലും സിംഗിളുകളും ഡബിളുകളും കണ്ടെത്തി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നതാണ്. അവിടെയാണ് തിലക് വർമ്മയെന്ന പതുങ്ങിയ അക്രമിയുടെ പ്രസക്തി വരുന്നത്. ഇതുകൂടാതെ ലെഗ് സ്പിന്നർമാർക്കെതിരെ ഇരുവർക്കുമുള്ള ആവറേജ് പരിശോധിച്ചാൽ തിലക് വർമ്മയുടെ ആവറേജ് 45-ഉം സഞ്ജുവിന്റേത് 27-യുമാണ്. ജപ്പാനിൽ നടക്കുന്ന T20 മത്സരങ്ങളിൽ വിക്കറ്റുകൾ സ്ലോ ആകുന്നതോടെ എതിർ ടീമുകൾ കൂടുതൽ സ്പിന്നർമാരെ ഉപയോഗിച്ച് റൺറേറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുമെന്നത് ഉറപ്പാണ്. അത്തരം സാഹചര്യങ്ങളിൽ ലെഗ് സ്പിന്നർമാരെയും ചൈനാമാൻ ബൌളർമാരെയും ഒരുപോലെ പ്രഹരിക്കാൻ തിലക് വർമ്മയ്ക്ക് സാധിക്കും. ടോപ്പ് ഓർഡറിൽ ഇന്ത്യയ്ക്കായി ഇറങ്ങുന്ന ഭൂരിഭാഗം ബാറ്റർമാരും വലങ്കയ്യന്മാരായതുകൊണ്ട് തന്നെ 4-ാം നമ്പറിൽ ഒരു ഇടങ്കയ്യൻ ബാറ്റർ വരുന്നത് എതിരാളികളുടെ ബൌളിംഗ് പ്ലാനുകളെയും ഫീൽഡ് സെറ്റിംഗിനെയും പാടെ തകർക്കാൻ സഹായിക്കും. തിലക് 4-ാമനായി ഇറങ്ങി ഒരറ്റത്ത് വിക്കറ്റ് വീഴാതെ കാത്തുസൂക്ഷിച്ചാൽ അത് പിന്നാലെ വരുന്ന ഫിനിഷർമാർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുക. എന്നാൽ സഞ്ജു സാംസൺ എന്ന കളിക്കാരൻ നൽകുന്ന മാച്ച് വിന്നിംഗ് ശേഷിയെ ഇന്ത്യയ്ക്ക് അത്ര എളുപ്പത്തിൽ മാറ്റി നിർത്താൻ കഴിയില്ല. പേസ് ബൌളർമാർക്കെതിരെ പവർ പ്ലേക്ക് ശേഷവും ഒട്ടും മടിയില്ലാതെ ആഞ്ഞടിക്കാനുള്ള കഴിവ് സഞ്ജുവിനുണ്ട്. അപ്രതീക്ഷിതമായി തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമാകുന്ന ഒരു T20 മത്സരത്തിൽ പരിചയസമ്പന്നനായ ഒരു ബാറ്റർ എന്ന നിലയിൽ ക്രീസിലെത്തി കളിയുടെ ഗതി ഒറ്റയ്ക്ക് മാറ്റാൻ സഞ്ജുവിന് സാധിക്കും. അദ്ദേഹത്തിന്റെ പവർ ഹിറ്റിംഗ് മികവ് ഇന്ത്യയ്ക്ക് നൽകുന്ന മേൽക്കൈ ചെറുതല്ല. വേഗതയേറിയ സ്കോറിംഗാണ് ടീം ലക്ഷ്യമിടുന്നതെങ്കിൽ സഞ്ജുവിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ ഇന്ത്യയുടെ പക്കലില്ല. ചുരുക്കത്തിൽ ഇന്ത്യയുടെ തന്ത്രം എന്താണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ 4-ാം നമ്പറിലെ അന്തിമ തീരുമാനം. തുടക്കം മുതലേ ആക്രമിച്ചു കളിച്ച് എതിരാളികളെ മാനസികമായി തകർക്കാനാണ് ടീം ഉദ്ദേശിക്കുന്നതെങ്കിൽ സഞ്ജു സാംസൺ പ്ലേയിംഗ് 11-ൽ സ്ഥാനം പിടിക്കും. എന്നാൽ സ്പിന്നർമാർക്കെതിരെ കൃത്യമായ രീതിയിൽ കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും ഇന്നിംഗ്സിന് കൃത്യമായ ബാലൻസ് നൽകി വിജയം ഉറപ്പാക്കാനുമാണ് ഇന്ത്യ പദ്ധതിയിടുന്നതെങ്കിൽ തിലക് വർമ്മയ്ക്ക് തന്നെയായിരിക്കും നറുക്കുവീഴുക. ഒരു T20 ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച 2 ഓപ്ഷനുകൾ മുന്നിലുള്ളപ്പോൾ ഈ സെലക്ഷൻ തലവേദന ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ കരുത്ത് തന്നെയാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ ഈ തന്ത്രപരമായ നീക്കത്തിൽ നിങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? സ്ലോ പിച്ചുകളിൽ സിംഗിളുകൾ കണ്ടെത്തി ഇന്നിംഗ്സിന് അടിത്തറയിടുന്ന തിലക് വർമ്മ വേണമെന്നാണോ, അതോ ഏത് ഘട്ടത്തിലും പവർ ഹിറ്റിംഗിലൂടെ മത്സരം ഇന്ത്യയുടെ കയ്യിലെത്തിക്കുന്ന സഞ്ജു സാംസൺ വേണമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങളും ഉത്തരങ്ങളും താഴെ കമന്റ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.